പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരിക്കൽ കൂടെ ഈ ദിവസത്തിൻ്റെ രാവിലെ സമയം യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാനലിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും, വിശേഷാൽ ഇതിൻ്റെ പ്രധാന അഡ്മിനായി പ്രവർത്തിക്കുന്ന ഇബ്രഹാം കുട്ടി പാസ്റ്റർക്കും, ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയെയും സ്നേഹവന്ദനത്തെയും ഒരിക്കൽ കൂടി അറിയിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഈ ഗ്രൂപ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ശ്രേഷ്ഠരായ ശുശ്രൂഷകന്മാർ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ഈ ഗ്രൂപ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കാറുണ്ട്. ദൈവവചനം ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകരുടെ ദൈവവചന ശുശ്രൂഷ മൂലം അവരെ സ്നേഹത്തോടെ വിചാരിച്ച് അവരെ നല്ല പ്രോത്സാഹന വാക്കുകളാൽ അവരെ ഉത്സാഹിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന ഈ ഗ്രൂപ്പിലെ എൻ്റെ നല്ല ശ്രോതാക്കളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഗ്രൂപ്പ് അംഗങ്ങൾ ഞങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഓർത്ത് പ്രത്യേകമായ നന്ദി സ്നേഹവന്ദനവും അറിയിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഈ രാവിലെ സമയം ദൈവവചനത്തിൽ കൂടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് മണവാട്ടി, ദൈവസഭ, മണവാളൻ കർത്താവായ യേശു ക്രിസ്തു. ഏക മണവാളന് ഏക മണവാട്ടി എന്ന് ദൈവവചനത്തിൽ കൂടെ ഒരു ചിന്ത വിശുദ്ധ തിരുവെഴുത്തുകളെ ആധാരമാക്കി മുഴുവേദ പുസ്തകത്തിൻ്റെയും ദൈവനിശ്വാസ്യതയിൽ നിന്നുകൊണ്ട് വചന തെളിവുകളോടെ സംസാരിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. പ്രതിദിന ചിന്തയ്ക്കായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കാം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വരികയെന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരികയെന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ യേശു കർത്താവ് സുവിശേഷ ഭാഗങ്ങളിൽ പറയപ്പെട്ട വചനത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ് പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ താൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37 മുതലുള്ള വാക്യം കൂടി വായിക്കാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകം 23-ാം അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേലിലെ ജനത്തിന് അഥവാ അബ്രഹാമ്യ സന്തതിക്ക് മോശ വഴി ദൈവം ഈജിപ്തിൽ നിന്ന് അഥവാ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തിന് ദൈവം അവരുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന സന്തോഷ ദിവസങ്ങളാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. 7 പെരുന്നാളുകൾ എന്ന് നമുക്ക് കാണാം. ജാതീയ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളോ സമുദായക്കാരുടെ പള്ളികളിൽ നടക്കുന്ന പെരുന്നാളുകളോ എന്ന അർത്ഥത്തിലല്ല അവിടെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സമുദായത്തിൽ കാണുന്ന പെരുന്നാളുകളും ബൈബിൾ വെളിപ്പെടുത്തുന്ന പെരുന്നാൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്നതും ക്ഷേത്രങ്ങളിൽ കാണുന്ന ഉത്സവവും
യഹൂദന് ദൈവം നൽകിയിരിക്കുന്ന ഉത്സവവും തമ്മിൽ വ്യത്യാസമുണ്ട്. വാക്ക് ഒന്നാണെങ്കിലും വ്യത്യസ്ത ആശയമാണ് ആ വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ജാതീയ രീതിയിൽ അതിനെ കൂട്ടിക്കുഴച്ച്, പെരുന്നാൾ എന്ന് പറയുമ്പോൾ ജാതീയ രീതിയിലുള്ള പെരുന്നാളുകളോട് കൂട്ടിക്കുഴയ്ക്കരുത്. ഉത്സവം എന്ന് പറയുമ്പോൾ ജാതീയമായ ഉത്സവങ്ങളോട് അതിനെ കൂട്ടി കുഴയ്ക്കരുത്. അവരുടെ ഹൃദയ സന്തോഷത്തെയും ഹൃദയാഹ്ലാദത്തെയും ഹൃദയത്തിനകത്തുള്ള കാഴ്ചപ്പാടിനെ, അത് വചനത്തിൽ കൂടെ ലഭിക്കപ്പെട്ട ആത്മീയ കാഴ്ചപ്പാടനുസരിച്ച് അവരുടെ സന്തോഷ സമയങ്ങളും ദൈവം ചെയ്ത പ്രവൃത്തികളെ ഓർക്കുന്നതിനും ദൈവത്തിന് നന്ദി കരേറ്റി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിനുമുള്ള പ്രത്യേകമായ സമയങ്ങളാണ് ഈ പെരുന്നാളുകൾ അഥവാ ഉത്സവങ്ങൾ എന്നുള്ള പദങ്ങളിൽ കൂടെ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. യെരുശലേം ദേവാലയത്തിൽ ആയിരുന്നു ഈ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയൊക്കെ ഘോഷം മുഴങ്ങിയതും അഥവാ ജനം തടിച്ചുകൂടിയതും. എന്നാൽ ജനം യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ യേശു നിന്നു. ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ആത്മഭാരമുള്ളവർ, സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി കാഴ്ചപ്പാട് ലഭിച്ചവർ, വചനം പരസ്യമായി നിന്ന് പൊതുസ്ഥലങ്ങളിൽ പ്രസംഗിക്കത്തക്കവണ്ണം, കവലകളിൽ പ്രസംഗിക്കത്തക്കവണ്ണം ആത്മഭാരമുള്ളവർ യേശു കർത്താവ് വഴിവക്കിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. അക്ഷരീക ജീവജല നദിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. സഹസ്രാബ്ദ ദേവാലയത്തിൻ്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് എഗസ്കേൽ പ്രവചനം 47-ാം അധ്യായം 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ സഹസ്രാബ്ദ ദേവാലയത്തിൻ്റെ ഉമ്രപ്പടിയുടെ കീഴിൽ നിന്ന് ഒഴുകി വരുന്ന ഇരുകരകളിലും ജീവവൃക്ഷമുള്ള പഥ്യമായി തീർന്ന വെള്ളം അഥവാ ജീവജല നദിയെക്കുറിച്ച് പറയുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും. ഇവിടെ കർത്താവ് ജീവജല നദി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത്രേ എന്ന് പൗലോസ് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഏക മണവാളന് ഏക മണവാട്ടി. പ്രൈസ് ദി ലോർഡ്. മണവാളൻ എന്നുള്ള കാര്യത്തിൽ സംശയം ആർക്കുമില്ല. മണവാളൻ കർത്താവായ യേശുവാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 25-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ യേശു പറഞ്ഞൊരു ഉപമ നമുക്ക് കാണാൻ പറ്റും. ആ ഉപമയിൽ കൂടെ നമുക്ക് അതിൻ്റെ 1 തൊട്ട് 13 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ എന്താണ് മണവാളനെ എതിരേൽപ്പാൻ വിളക്കും എടുത്തുകൊണ്ട് പുറപ്പെട്ട കന്യകമാർ, മണവാളൻ കർത്താവായ യേശുവാണ് എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മർക്കൂസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ ആ വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്ക പതിവായിരുന്നു. അവർ വന്നവനോട്, യോഹന്നാന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴിമക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും.
യേശു അവരോട് കൂടെ ഇരുന്ന സമയം. അപ്പോൾ അവിടെ യേശു വിളിച്ച് വേർതിരിച്ച വചനം കേട്ട് സുവിശേഷം കേട്ട് തന്നിലേക്ക് കടന്നു വന്ന ആളുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്, തോഴിമക്കാർ. എന്നാൽ മണവാളൻ എന്നവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുവിനെ ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രൈസ് ദി ലോർഡ്. മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴിമക്കാർ, പ്രൈസ് ദി ലോർഡ്, എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മണവാട്ടി ഉദ്ദേശിച്ചാണ് ആ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമ ഇസ്രായേലിനെ അഥവാ മരുഭൂമിയിലെ സഭയെ ഒരിടത്ത് പോലും വചനത്തിൽ മണവാട്ടി എന്ന് നമുക്ക് കാണുവാൻ സാധ്യമല്ല. യെശയ്യാപ്രവചനം 54-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം, ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മണവാട്ടി എന്നോ കന്യക എന്നോ പറയാതെ ഇവിടെ ഭാര്യ എന്നർത്ഥത്തിൽ സംസാരിച്ചിരിക്കുന്നു. ഭർത്താവ്, ഭാര്യ, മണവാളൻ, മണവാട്ടി. പ്രൈസ് ദി ലോർഡ്. മണവാളൻ എന്നുള്ളത് ഭർത്താവാകാനുള്ള ആളും മണവാട്ടി എന്നുള്ളത് ഭാര്യയാകാനുള്ള ആളുമാണ്. എന്നാൽ ഭർത്താവ് എന്ന് പറഞ്ഞാൽ, ഭാര്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവ്യാഖ്യാനം വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പറയുന്നത് നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ സഭയെ ഒരിക്കൽ പോലും ഒരു മണവാട്ടിയോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ ഉപമിച്ചിട്ടില്ല. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും വേർതിരിവില്ലാതെ, ജാതി വ്യവസ്ഥയുടെ വ്യത്യസ്തതയില്ലാതെ, സവർണനെന്നോ അവർണനെന്നോ വ്യത്യാസമില്ലാതെ യേശുവിൽ വിശ്വസിച്ച് കർത്താവിലേക്ക് വരുന്നവരെ കുറിച്ച് പത്രോസിന്റെ ലേഖനത്തിൽ, 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വേദഭാഗം ഇപ്രകാരമാണ്: നിങ്ങളും അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തെങ്കിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ള സകല ജാതികളിൽ നിന്നും ശ്രേഷ്ഠ ജാതിയും വിശുദ്ധ ജനവുമാണ് യഹൂദൻ. എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട സഭ, അത് യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ അന്ധകാരത്തിൽ നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും വേർപാടിൻ്റെതായ മതിലുകളോ അതിർവരമ്പുകളോ വേലിക്കെട്ടുകളോ ഇല്ലാതെ, യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെയാണ് മണവാട്ടി എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എന്ന ഏക പുരുഷന്, സഭ എന്ന ഏക മണവാട്ടി, ക്രിസ്തു എന്ന ഏക മണവാളന് നിർമ്മല കന്യകയായ
ഏക മണവാട്ടി. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് കന്യകയും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം, അത് വിവാഹം കഴിച്ചവളും കഴിക്കാത്തവളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ഒരാഗ്രഹം എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 24:16 റിബേക്കയെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമാണ്. ആ യോഗ്യത എന്നുള്ളത് ശാരീരിക യോഗ്യതയാണ്. പ്രൈസ് ദി ലോർഡ്. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയും എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്ത കന്യകമാർ എന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിൻ്റെ വെളിപ്പാട് 14:4 ഇവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയിൽ പറയുന്നു 24:16 ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയും. അപ്പം പുരുഷൻ തൊടാത്ത കന്യക എന്ന് റിബേക്കയെ കുറിച്ച് പറയുമ്പോൾ മഹോദ്രവ കാലത്തെ അഥവാ മഹാപീഡന കാലത്തെ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറയപ്പെടുന്ന 70-ാം ആഴ്ചവട്ടത്തിൽ 2 സാക്ഷികൾ വന്ന് പ്രസംഗിക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് അന്ത്യക്രിസ്തുവിനാലുള്ള വഞ്ചനയും ചതിയും മനസ്സിലാക്കി ഈ 2 സാക്ഷികളോടൊപ്പം അന്ത്യക്രിസ്തുവിനെ അഥവാ എതിർ ക്രിസ്തുവിനെ വിട്ട് സത്യവചനത്തിന്റെ സാക്ഷികൾ ആയ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന ഇവരോടൊപ്പം കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളാകുന്ന 12 ഗോത്രങ്ങളിലും 12,000 വീതമുള്ള 1,44,000 പേരെ കുറിച്ചാണ് അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ന്യായപ്രമാണത്തിന് മുമ്പുള്ള കാലത്ത് ഉൽപ്പത്തി പുസ്തകം 24:16 പറയുന്നു ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമാണ്. 2, കൃപായുഗത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇപ്രകാരം പറയുന്നു: അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. ഇത് ദൈവസഭയെക്കുറിച്ചല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവസഭയെക്കുറിച്ച് പറയുമ്പോൾ അത് കന്യക എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, നിർമ്മല കന്യക എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, 2 കൊരിന്ത്യർ ലേഖനം 11:2 ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടുകൂടി എരിയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ശരീരത്തിന്റെ യോഗ്യതയാണ്, പുറമേയുള്ള യോഗ്യത. എന്നാൽ അകവും പുറവും യോഗ്യതയുള്ള അവരെയാണ് ദൈവസഭ അഥവാ കർത്താവിന്റെ മണവാട്ടി എന്ന് പറയുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 34-ാമത്തെ വാക്യം വായിക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. അപ്പൊ ഭാര്യയായവളും കന്യകയായവളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ് പൗലോസ് വന്നിട്ട് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് എന്ത് ചെയ്തു? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭർത്താവിന്റെ കടപ്പാട്, ഭാര്യയുടെ കടപ്പാട്, ഇതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞു വന്നിട്ട് പൗലോസ് അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. അതിൻ്റെ 32-ാമത്തെ വാക്യം:
ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്ര പറയുന്നത്. അഥവാ മണവാളനായ യേശു ക്രിസ്തുവിനെയും മണവാട്ടിയായ സഭയുമാണ് ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ കൂടെ ഇവിടെ കാണുന്നത്. അപ്പോസ്തലൻ പൗലോസും കുടുംബജീവിതത്തിൽ ഭാര്യ-ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഭാര്യ-ഭർത്തൃ ബന്ധത്തിനപ്പുറം യേശുവാകുന്ന മണവാളനും സഭയാകുന്ന മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവിടെ വ്യക്തമായി പറയുന്നത്. മറിയെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ ഹെബ്രിയൽ ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന് അവളോട് ദൂത് പറയുമ്പോൾ അവിടെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 26-27 വാക്യം വായിക്കുമ്പോൾ ആ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. 6-ാം മാസത്തിൽ ദൈവം ഹെബ്രിയേൽ ദൂതൻ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അമ്മയെക്കുറിച്ചാണ് ഈ പറയുന്നത്. കന്യകയുടെ അടുക്കൽ അയച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ യോസേഫ് എന്ന് പറയുന്ന മനുഷ്യന് വിവാഹം നിശ്ചയിച്ചിരുന്നു. ആ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവർ തമ്മിൽ കൂടി വന്നിരുന്നില്ല എന്ന് കാണുന്നു. അതിന്റെ 18-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവ് യോസഫ് അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു, അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് നീ അവളെ ചേർക്കുവാൻ മടിക്കരുത് എന്ന് വായിക്കുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ ഹവ്വയിൽ കൂടി അഥവാ സ്ത്രീകളിൽ കൂടി ഈ ലോകത്തിലേക്ക് വരുവാനുള്ള മറിയിൽ കൂടെ കാലസമ്പൂർണതയിൽ വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഉദ്ദേശിക്കുന്നത്, സ്ത്രീയുടെ സന്തതി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബൈബിൾ വ്യക്തമായിട്ട് യെശയ്യാവിന്റെ പ്രവചനത്തിൽ അതിൻ്റെ 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ നടത്തമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മത്തായിയുടെ സുവിശേഷത്തിലും പറയുന്നു കന്യക തന്നെയാണ് ഗർഭിണിയായിരിക്കുന്നതും കന്യക ഗർഭിണിയായിട്ടാണ് യേശുവിനെ പ്രസവിച്ചിരിക്കുന്നതും. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ യേശുവിനെ അഥവാ ആദിജാതനായിരിക്കുന്ന കടിഞ്ഞൂൽ പുത്രനായിരിക്കുന്ന യേശുവിനെ പ്രസവിക്കുന്നത് വരെയും യോസേഫിൽ അവൻ അവളെ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സഭ നിർമ്മല കന്യകയാണ്. യേശു ക്രിസ്തു ഈ നിർമ്മല കന്യകയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ അരുമ മണവാളനാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. വരിക എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 4 തൊട്ട് 8 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ വിതകാരന്റെ ഉപമയെക്കുറിച്ച് കർത്താവ് പറയുന്നു. ഒരു വിതകാരൻ വിതപ്പാൻ വിത്തുമായി പുറപ്പെട്ടു. എന്ത് ചെയ്തു? വഴിയരികെ വിതച്ചുവെന്നും പാറപ്പുറത്ത് വിധിച്ചുവെന്നും മുള്ളിനിടയിൽ വിധിച്ചെന്നും അതുപോലെ തന്നെ നല്ല നിലത്ത് വിതച്ചുവെന്നൊക്കെ വായിക്കുന്നു. പക്ഷെ ഒടുവിൽ കർത്താവ് പറഞ്ഞു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത്
എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലും 2:11, 2:17, 2:29, 3:6, 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലും 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലും വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവസഭയോട് സംസാരിക്കുന്ന കർത്താവ്, അതോ മണവാട്ടിയോട് കൃത്യമായി ഇടപെടുന്ന മണവാളൻ. പ്രൈസ് ദി ലോർഡ്. ഇനി ഏക മണവാളൻ യേശുക്രിസ്തുവാണ്, ഏക മണവാട്ടി സഭയാണ്. ആർക്കും തർക്കമില്ല. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. അതോ മണവാട്ടിയുടെ ശിരസ്, തല മണവാളനാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്ന സ്ത്രീ വിവാഹ അനന്തരം തന്നോട് കൂടെ ചേർത്തിരിക്കുന്ന തൻ്റെ പേര് അഥവാ തൻ്റെ പിതാവിൻ്റെ പേരിന് പകരം തൻ്റെ ഭർത്താവിൻ്റെ പേര് ഉപയോഗിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മണവാളന്റെ പേര് മണവാട്ടി സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏക മണവാളന് ഏക മണവാട്ടി. പ്രൈസ് ദി ലോർഡ്. ഇനി തൃത്വം അഥവാ ത്രിയേകത്വം, തൃത്വത്തിൽ ഒന്നാമൻ, തൃത്വത്തിൽ രണ്ടാമൻ, തൃത്വത്തിൽ മൂന്നാമൻ, അഥവാ പിതാവ് ഒരു ദൈവം, പുത്രനൊരു ദൈവം, പരിശുദ്ധാത്മാവ് ഒരു ദൈവം. അങ്ങനെ 3 ആളുകളും 3 വ്യക്തികളുമാകുന്ന ഈ മണവാളനാണ് സഭയ്ക്കുള്ളതെങ്കിൽ ഈ ഏക മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുള്ള സ്ത്രീയെ വിളിക്കുന്നത് വിശുദ്ധ സ്ത്രീ എന്നോ വിശുദ്ധമതിയായ സ്ത്രീ എന്നോ അല്ല. ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായി വേഴ്ച നടത്തുന്ന സ്ത്രീയെ ബൈബിൾ പഠിപ്പിക്കുന്നത് ദുർനടപ്പുകാരി എന്നോ വേശ്യാസ്ത്രീ എന്നാണ്. അപ്പോൾ സഭ വിശുദ്ധമാണ്, സഭ സാർവത്രികമാണ്, സഭ അപ്പോസ്തോലികമാണ്, സഭ പരിപാലനമാണ്. പ്രൈസ് ദി ലോർഡ്. നാം വചനത്തിൽ വായിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 5:26 പറയുമ്പോൾ അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവൻ അവളെ വചനത്തോടു കൂടിയ, പ്രൈസ് ദി ലോർഡ്, മാലിന്യമില്ലാത്ത, അശുദ്ധിയില്ലാത്ത, പ്രൈസ് ദി ലോർഡ്, അഴുക്കാടാത്ത, പ്രൈസ് ദി ലോർഡ്, മലിനപ്പെടാത്ത മണവാട്ടിയാണ് കർത്താവിനുള്ളത്. ഒന്നിൽ കൂടുതൽ മണവാളന്മാരുണ്ടെങ്കിൽ അഥവാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നിൽ കൂടുതൽ ആളുകളായി 3 വ്യക്തികളാണെങ്കിൽ ഏക മണവാട്ടിക്ക് 3 മണവാളന്മാരെന്ന് പറയും. ഈ 3 മണവാളന്മാർ വേണോ ഏക മണവാട്ടിയായ സഭയ്ക്കെന്ന് ബഹുദൈവ വിശ്വാസികൾ തൃത്വത്തിൽ വിശ്വസിക്കുന്ന പിതാവായ ദൈവം എന്ന് വിശ്വസിക്കുകയും പുത്രനായ ദൈവം എന്ന് വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവ് ആയ 3 വ്യക്തികൾ, 3 ആളുകൾ, 3 വ്യക്തികളായ 3 ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർ ഏക മണവാട്ടിയായ സഭയ്ക്ക് 3 മണവാളനുണ്ടെന്ന് പറയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്ക് വേണ്ടി മരിച്ചത് യേശു എന്ന മണവാളനാണ്. പ്രൈസ് ദി ലോർഡ്. മണവാട്ടിയായിരിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റത് ഏക മണവാളനായ കർത്താവായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ മണവാളന്റെ പേര് മണവാട്ടി ധരിക്കുന്നത് എങ്ങനെയാണ്? അതെവിടെ വെച്ചാണ്? പ്രൈസ് ദി ലോർഡ്. പോകുന്ന വഴിക്ക് വഴിയിൽ എവിടെ വെച്ചിട്ടല്ല, എന്നാൽ ഇതിരിക്കട്ടെ നിനക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? വഴിയിൽ എവിടെയോ വെച്ച് നൽകുന്നതല്ല.
വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ മണവാളന്റെ പേര് മണവാട്ടി ധരിക്കുന്നത് സ്നാനത്താലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3:27 വാക്യത്തിൽ ഇങ്ങനെ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ അവനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്നാനമേൽക്കുമ്പോൾ ആ മണവാട്ടി ആകുന്ന സഭ മണവാളന്റെ പേര് ധരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും 3 വ്യക്തികളോടും ആയിരിക്കുന്ന 3 ആളുകളോട് ചേരുവാനല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ. പ്രൈസ് ദി ലോർഡ്. സഭ മണവാട്ടിയാണെങ്കിൽ മണവാളനെ ധരിക്കുന്നത് സ്നാനത്താലല്ലേ? സ്നാനപ്പെടുമ്പോഴല്ലേ മണവാളന്റെ പേര് ധരിക്കപ്പെടുന്നത്? അങ്ങനെയല്ലേ വചനം പറയുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവ ക്രിസ്തുവിനോട് ചേരുക എന്നുള്ളതും ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതും സ്നാനത്തെയാണ് കാണിക്കുന്നത്. ആർക്കും സംശയമില്ല, ആർക്കും എതിരില്ല, ആരും അതിൽ തർക്കിക്കാറില്ല, ആർക്കും അതിൽ മറ്റൊരു അഭിപ്രായമില്ല. അതിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ഏകമണവാട്ടിയായ സഭയ്ക്കു വേണ്ടി ഏകമണവാളനായ കർത്താവ് എന്ത് ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 3-4 വാക്യം ഇങ്ങനെ വായിക്കുന്നു, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പൊ ഈ സ്നാനം മണവാട്ടി മണവാളനെ ധരിക്കാനും മണവാളന്റെ നാമം സ്വീകരിക്കാനുമുള്ളതാണ് സ്നാനം. മണവാളന്മാരോട് കൂടെ ചേരാനല്ല മണവാട്ടി സ്നാനപ്പെടേണ്ടത്, മണവാളനോട് ചേരാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ത് ചെയ്തു? പിതാവ് മരിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവ് മരിച്ചിട്ടില്ല. എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഈ സ്ഥാനനാമങ്ങൾ അനവധി എടുത്തിട്ടുള്ള, എന്നാൽ പുതിയ നിയമത്തിൽ പറയപ്പെടുന്ന സ്ഥാനനാമങ്ങളിൽ പിതാവ് എന്നുള്ളതും പുത്രൻ എന്നുള്ളതും പരിശുദ്ധാത്മാവ് എന്നുള്ളതും ദൈവത്തിൻ്റെ സ്ഥാനനാമത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ സ്നാനപ്പെടുത്താനല്ല, നാമത്തിൽ സ്നാനപ്പെടുത്താനാണ്. അപ്പൊ പിതാവ് എന്നുള്ളത് ഒരു നാമമല്ല, പുത്രൻ എന്നുള്ളത് ഒരു നാമമല്ല, പരിശുദ്ധാത്മാവ് എന്നുള്ളത് നാമമല്ല, 3 വ്യക്തികളുടെ പേരല്ല. എന്നാൽ ഏകദൈവത്തിന്റെ 3 കാലങ്ങളിലെ വെളിപ്പാടുകളെ സൂചിപ്പിക്കേണ്ടതിന് സാക്ഷാൽ കാൽവറി ക്രൂശിൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തേണ്ടതിനു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ കാൽവറി ക്രൂശിലെ മരണത്താൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിട്ട് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു ബലിയും ശേഷിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് പാപപരിഹാര പ്രക്രിയ പൂർത്തിയാക്കി ഉയരത്തിലേക്ക് കടന്നുപോയ നമ്മുടെ കർത്താവായ യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ പ്രൈസ് ദി ലോർഡ് തൻ്റെ ഏകയാഗത്താൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. മണവാളന്മാരോട് ചേരാനല്ല സ്നാനം, മണവാളനോട് ചേരാനാണ്. മണവാട്ടിമാരില്ല, മണവാട്ടിയേ ഉള്ളൂ. പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിനോട് ചേരുവാൻ പ്രൈസ് ദി ലോർഡ് സ്നാനമേറ്റവരായ നിങ്ങൾ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവോടും 3 ആളുകളോട് ചേരുവാൻ സ്നാനമേറ്റവരല്ല, ഏക വ്യക്തിയായ ഏക മണവാളനോട് ചേരുവാൻ സ്നാനമേറ്റവർ. അതുകൊണ്ടല്ലേ കൊരിന്തി ലേഖനത്തിൽ 2 കൊരിന്തി ലേഖനം 11 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതിൻ്റെ പ്രൈസ് ദി ലോർഡ് 2-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ ഇരിക്കുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് ഒരാളെ ഉള്ളെന്നേ, ഒന്നിൽ കൂടുതലില്ലെന്നേ. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും പറഞ്ഞ് എണ്ണം കൂട്ടി വാക്കുകളാൽ എണ്ണം പറഞ്ഞ് പെരുപ്പിച്ചാലും ബൈബിൾ പറയുന്നു ക്രിസ്തു എന്ന ഏക പുരുഷൻ.
ഈ ഏക പുരുഷന് ഏക മണവാളനാണെങ്കിൽ ഏക മണവാളന് ഏക മണവാട്ടിയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആരെ കാത്തിരിക്കുന്നവരാ? ആര് വരുമെന്ന് പറഞ്ഞ് ആർക്കു വേണ്ടി കാത്തിരിക്കുന്നവരാ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനോടാ ചേരുവാൻ സ്നാനമേറ്റേ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞത്. ക്രിസ്തുവിന്റെ മരണത്തെയാണ് സ്നാനം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചനം വളരെ വ്യക്തമായി പറയുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിരിപ്പെടുന്നു. അവന്റെ മരണം, അവന്റെ അടക്കം, അവന് ഉയർപ്പ്. പ്രൈസ് ദി ലോർഡ്. യേശുവല്ലേ മരിച്ചത്? ഏക മണവാളൻ അല്ലെ മണവാട്ടിക്ക് വേണ്ടി ജീവൻ നൽകിയത്? പ്രൈസ് ദി ലോർഡ്. അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ യേശുവല്ലേ വരുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കുക, 3 പേര് വരാനൊന്നും പോകുന്നില്ല. 3 പേര് വരുമെന്ന് വചനം പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ആകയാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയ യേശുവിനെ അവൻ സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞങ്ങൾ വേഗം വരുന്നു എന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, വഞ്ചിക്കപ്പെടരുത്, കബളിപ്പിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. സ്നാനത്താൽ അവന്റെ നാമം നമ്മുടെ നെറ്റിമേൽ എഴുതുന്നു. വെളിപ്പാട് 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 22-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, അവന്റെ നാമം അവരുടെ നെറ്റിമേലിരിക്കും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് ഈ നാമം അടയാളപ്പെടുത്തിയത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഏറ്റവർ നെറ്റിമേൽ അവന്റെ നാമത്തിന്റെ മുദ്രയേൽക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാത്തടത്തോളം കാലം നിങ്ങൾ ഈ മണവാട്ടി സഭയുടെ അംഗമല്ല. അഥവാ മണവാളന് വേണ്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശുവാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് പോയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 3:13 പറയുന്നു, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന്, സ്തോത്രം സ്തോത്രം, സ്വർഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഏക മണവാളൻ, ഏക മണവാട്ടി. പ്രൈസ് ദി ലോർഡ്. പ്രിയ സ്നേഹിതരെ, കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ, യേശുവിൻ്റെ വരവിൽ തള്ളപ്പെടാതിരിപ്പാൻ, യേശുവിൻ്റെ വരവിൽ യേശുവിനോടൊപ്പം യേശുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു 3-ാം അധ്യായത്തിൽ, പ്രൈസ് ദി ലോർഡ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അവർ പ്രത്യക്ഷനാകുമ്പോൾ എന്നല്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർക്ക് വേണ്ടിയാ മണവാട്ടി കാത്തിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. മണവാളന് വേണ്ടിയല്ലേ? പ്രൈസ് ദി ലോർഡ്. സഭയാകുന്ന മണവാട്ടി കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? മണവാളന്മാർക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല, മണവാളന് വേണ്ടി കാത്തിരിക്കുന്നു. ഇവിടെ വചനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം അതിൻ്റെതായിരിക്കും 2-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അവർ പ്രത്യക്ഷനാകുമ്പോഴെന്നല്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവരെ നാം കാണുന്നത് പോലെ എന്നല്ല, നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത്. അതുകൊണ്ട് ഒരാളേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഏക മണവാട്ടിക്ക് ഏക മണവാളൻ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുവാൻ കഴിവുള്ളവൻ വെളിപ്പെടാറായി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാർ, പ്രൈസ് ദി ലോർഡ്, അവന്റെ വരവിനെ കുറിച്ച് അവൻ പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, അവരൊരുങ്ങി, അവർ തയ്യാറെടുത്തു. അവർ ഒരുങ്ങി, അവർ തയ്യാറെടുത്തു. അവർ ആ നീതിയുടെ വസ്ത്രം, വിശുദ്ധ വസ്ത്രം ധരിച്ച് സ്നാനത്താൽ, പ്രൈസ് ദി ലോർഡ്, അവന്റെ നാമം ധരിച്ച്, പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന മണവാട്ടി മണവാളന്റെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നു. അവർ പറഞ്ഞു, ആമേൻ, കർത്താവായ യേശുവേ, നീ വേഗം വരണമേ. പ്രിയ സ്നേഹിതരെ, മണവാളന്മാരുണ്ടെന്ന് പറഞ്ഞ് വഞ്ചിച്ച് ഒന്നിൽ കൂടുതൽ ദൈവത്തെ വെളിപ്പെടുത്തി പറഞ്ഞ് തൃത്വവും, തൃത്വത്തിൽ ഒന്നാമനും, തൃത്വത്തിൽ രണ്ടാമനും, തൃത്വത്തിൽ മൂന്നാമനും എന്ന് പറഞ്ഞ് ജനത്തെ വഴിതെറ്റിച്ച്, വഞ്ചിച്ച്, ചതിച്ച്, കബളിപ്പിച്ച് ജനത്തെ വചനത്തിൽ നകറ്റി, യേശുവിൽ നകറ്റിക്കളയുന്ന ഏക മണവാളന് ഏക മണവാട്ടി ബൈബിൾ പറയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 11:2 ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ. ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്?
ആരെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആര് വരുമെന്നാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്? ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന്. ഞങ്ങൾ പോയി സ്ഥലമൊരുക്കി ഞങ്ങൾ ഇരിക്കേണ്ടടുത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിനല്ല, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഒന്നിൽ കൂടുതൽ ദൈവമുണ്ടെന്ന് പറയുന്നത് വ്യാജവും അന്യവുമായ സാത്താന്റെ ചതിയും വഞ്ചനയുമാണ് ഈ അന്ത്യകാലത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തിയിലും ലേഖനത്തിലും പ്രൈസ് ദി ലോർഡ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അത് ആവർത്തിച്ച് പറഞ്ഞ് ആ വാക്കുകൾ വീണ്ടും വീണ്ടും ഉരുവിട്ടിട്ട് ഒരു സ്നാനം പോലും നടത്തിയിട്ടില്ല. ഏകമണവാളൻ വെളിപ്പെടാറായി. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലപ്രവൃത്തി 21:2 പറയുന്നു, വരിക, ഞാൻ പുതിയ യെരൂശലേം എന്ന മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറയുന്നു. ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ വാക്യം ചിന്തിക്കുക. ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നു. കർത്താവ് വരികയും കാഹളം മുഴങ്ങുകയും മരിച്ചവർ ഉയർക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ, കർത്താക്കന്മാരെ അല്ല, പ്രൈസ് ദി ലോർഡ്, തൃത്വത്തിൽ പറയപ്പെടുന്ന 3 വ്യക്തികളായ 3 ആളുകളായ 3 പേരെയല്ല, കർത്താവിനെ എതിരേൽപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയപ്പെടുന്ന പ്രൈസ് ദി ലോർഡ് വെളിപ്പാട് 21:2 പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്ന ഞാൻ കണ്ടു. ഉൾപ്രാപണം പ്രാപിച്ച സഭ. പ്രൈസ് ദി ലോർഡ്. യേശു വന്നു ചേർക്കപ്പെട്ട സഭ. പ്രൈസ് ദി ലോർഡ്. മഹത്വ പ്രത്യക്ഷതയിൽ വെളിപ്പെടുമ്പോൾ ഇറങ്ങി വരുന്ന ആ സംഭവം. വെളിപ്പാട് പുസ്തകം ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണുന്നത് ഈ സമയത്താണ്. വീണ്ടും വെളിപ്പാട് പുസ്തകം പ്രൈസ് ദി ലോർഡ് അതിൻ്റെതായിരിക്കുന്ന 21-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 19-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യം പ്രകാരം, നാം സന്തോഷിച്ചു ഉല്ലസവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ കുഞ്ഞാട്? പ്രൈസ് ദി ലോർഡ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. ആര് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവോ, ആരും മരിച്ച് അടക്കപ്പെട്ടുവോ, ആരും മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റുവോ, അവൻ വെളിപ്പെടാറുള്ള സമയമായി. പ്രിയ സ്നേഹിതരെ, പ്രൈസ് ദി ലോർഡ്, അവൻ ഇരിക്കുന്നത് പോലെ കാണും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവനോടൊപ്പം അവൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കപ്പെടണമെങ്കിൽ പ്രിയ സ്നേഹിതരെ, പ്രൈസ് ദി ലോർഡ്, ഏക മണവാളന് ഏക മണവാട്ടി മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്തടത്തോളം സമയം അവനെ നിങ്ങൾ ധരിച്ചിട്ടില്ല. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. നിങ്ങൾ അവനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം അവനെ ധരിച്ചിരിക്കുന്നു. അവൻ്റെ മരണത്തിൽ, അവൻ്റെ അടക്കത്തിൽ, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സ്നേഹിതരെ, മരിച്ചതാരാ? അടക്കപ്പെട്ടതാരാ? ഉയർത്തെഴുന്നേറ്റതാരാ? സഭ അഥവാ മണവാട്ടി. മണവാളന്റെ പേര് സ്വീകരിച്ചേ പറ്റൂ. നിങ്ങൾക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടത് കൊണ്ട് മണവാളന്റെ പേര് നിങ്ങൾക്ക് ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയ സ്നേഹിതരെ, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സംശയമില്ലാതെ പറയും യേശുവാണെങ്കിൽ. യേശു വരാറായി. അവൻ്റെ നാമം നെറ്റിയിൽ ധരിക്കുന്നത് സ്നാനത്താണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്നാനം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നടന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം, ലേഖനങ്ങൾ മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നാനം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോട് അഥവാ 12 പേരെ സ്നാനപ്പെടുത്തിയ പൗലോസ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചവർ പ്രവചിച്ചു എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ, എഫേസ്യയിലുള്ള 12ഓളം യോഹന്നാന്റെ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരെ വീണ്ടും സ്നാനപ്പെടുത്തിയ
പൗലോസ് എഫേസ്യ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, സ്നാനം ഒന്ന്, താൻ ഏറ്റെടുത്ത സ്നാനം, താൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനന്യാസിന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട പൗലോസ് എഫെസോസിലുള്ള 12 പേരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. ഈ എഫെസോസിൽ 12 പേര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു തുടങ്ങിയ സഭയാണല്ലോ പ്രൈസലോ 6 അധ്യായമുള്ള എഫേസ്യ ലേഖനം എഴുതിയ സഭ എന്നുള്ളതിന് ആർക്കും തർക്കമില്ലല്ലോ. എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനും വായിക്കുവാനും കഴിയുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 5-ാമത്തെ വാക്യം, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്. അപ്പോസ്തലനായ പൗലോസ് സ്നാനമൊന്ന് പറഞ്ഞിരിക്കുന്നത് താൻ ഏറ്റ സ്നാനം, അനന്യാസ് തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്ന് ബൈബിൾ പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 22:16 ഇങ്ങനെ വായിക്കുന്നു, ഇനി താമസിക്കുന്നത് എന്ത്? അവന്റെ നാമം ഏറ്റുപറഞ്ഞ് അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് നിന്റെ പാപങ്ങളെ കഴുകിക്കളക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട പൗലോസ് എഫെസോസിലുള്ള 12ഓളം വരുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൊടുത്ത പൗലോസ് എഫെസ്യ ലേഖനത്തിൽ എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സ്നാനമൊന്നെന്ന് പറഞ്ഞിരിക്കുന്നത് അനന്യാസിൽ നിന്ന് താൻ വിശ്വാസത്താൽ സ്വീകരിച്ച യേശുക്രിസ്തുവിന്റെ നാമവും ത്തിലുള്ള സ്നാനവും, അതുപോലെ തന്നെ താൻ സ്നാനപ്പെടുത്തിയ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നാനത്തെയാണ് സ്നാനം ഒന്ന് എന്ന് ഈ 6 അധ്യായമുള്ള എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു. അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത്, കബളിപ്പിക്കപ്പെടരുത്. മത്തായി 28:19 സ്നാനപ്പെടുത്തിയ തെളിവ് അപ്പോസ്തല പ്രവൃത്തിയിലോ ലേഖനങ്ങളിലോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എവിടെയുണ്ട് ഒരു വേദഭാഗം? എവിടെയുണ്ട് ഒരു ഇണവാക്യം? എവിടെയുണ്ട് തെളിവ്? എവിടെയുണ്ട് സത്യമെന്ന് തെളിയിക്കുവാൻ പ്രൈസ് ദി ലോർഡ് ഒരു വേദഭാഗം? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയായി, കന്യകയായി യേശു കർത്താവിനോടുകൂടെ ആ മണിയറയിൽ പ്രവേശിപ്പാനുള്ള സമയമായി. അതുകൊണ്ട് അവൻ്റെ നാമം ധരിക്കുക, അവൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നു, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. വാക്കിനാലോ ക്രിയ എന്നുള്ള സ്നാനം ഒരു ക്രിയ. വെള്ളത്തിലിറങ്ങുന്ന ആളെ വെള്ളത്തിൽ മുക്കി പൊക്കി വിടുന്നതും ഒരു ക്രിയ. അപ്പോൾ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തു. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാത്തവർ മണവാട്ടികളല്ല, മണവാളന്റെ പേര് സ്വീകരിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന്, എത്രയും വേഗം ഈ കൃപായുഗത്തിന്റെ ഗ്രേസ് പീരീഡിന്റെ വാതിലടയുന്നതിന് മുമ്പ് ഫൈസലോ ഓടി വരികയെന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരികയെന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. സമയം സ്നേഹിതരെ ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഈ കാലത്ത് നമ്മുടെ സമാധാനത്തിനുള്ളത് അറിയുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക, യേശുക്രിസ്തുവിനെ ധരിക്കുക. മണവാളന് വേണ്ടി മണവാട്ടി കാത്തിരിക്കാം, അവൻ വെളിപ്പെടാറായി. ഈ വേദഭാഗങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥനയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാ അനുഗ്രഹാശീർവാദങ്ങളും കർത്താവ് പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.